അപ്പോ നമുക്ക് സ്റ്റുഡിയോയിലെ ഒരു മൊഞ്ചത്തി ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആദില അല്ലേ? ആദില, ഐഷ ആദില. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഷ ആദില തൃശ്ശൂരുകാരിയാണ്. ആള് നമുക്കൊരു എ ഗ്രേഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ആണ് ഐഷ ആദില. എവിടെയാണ് തൃശ്ശൂരിൽ നിന്ന്? എവിടെന്നാ വരുന്നത്? കൊടുങ്ങല്ലൂര്. അപ്പൊ കുറച്ച് ലോങ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം ആണോ? സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഫസ്റ്റ് കിട്ടുമെന്ന്? എ ഗ്രേഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതെ, അപ്പോ നമുക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടിത്തരുമോ? الشيخ بارك لباس عليك يا الحبيبة واش مازال عرفني ولا محال والشيخ بارك قولي لي فين هاد الغيبة شكون اللي كاشفك من هذا الشحال الشيخ بارك لباس عليك يا الحبيبة واش مازال عرفني ولا محال والشيخ بارك قولي لي فين هاد الغيبة شكون اللي كاشفك من هذا الشان. നല്ല മെലോഡിയസ് ആയിട്ടുള്ള വോയിസ് ആണ്. ഈ അറബിയൊക്കെ എത്ര ദിവസം എടുക്കും പഠിക്കാനായിട്ട്? ഒരുപാട് ദിവസം എടുത്തത് പഠിക്കാൻ. കുറച്ച് കടുകട്ടി കൊളോക്കിയൽ ലാംഗ്വേജ്. ഓക്കെ. അപ്പൊ അതൊക്കെ ഒരു മാനദണ്ഡമാണ്. അതൊക്കെ പ്രോപ്പർ ആയിട്ട് ആ സ്ലാങ് ഒക്കെ ദിവസം എടുത്തിരുന്നു അപ്പൊ റിഹേഴ്സലൊക്കെ ചെയ്യാനായിട്ട്? 1-2 മാസമൊക്കെ എടുത്തു. ആരാണ് ഗുരു? ആരാ പഠിപ്പിച്ചെന്നേ? ഞങ്ങൾ സ്കൂളിലെ അറബി ടീച്ചർ മുഹസിൻ സാറാണ്. ഇതിനു മുമ്പും സാർ തന്നെയാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതെ. ഓക്കെ. അപ്പോൾ സ്റ്റേറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അത് നമ്മുടെ തൃശ്ശൂരാണ്. എങ്ങനെ നമ്മൾ കപ്പടിക്കോ? നമ്മള് കപ്പടിക്കോ? നമ്മൾ കപ്പടിക്കും. അപ്പൊ തൃശ്ശൂർ തന്നെ ഇപ്രാവശ്യം കപ്പടിക്കും നമ്മൾ. കാരണം ആള് നമുക്കൊരു എ ഗ്രേഡാ വാങ്ങിച്ചു തന്നിരിക്കണത്. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ആള് ഏറ്റവും ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഫസ്റ്റ് ടൈം വലിയ കാര്യമാണ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിന് നമ്മുടെ എല്ലാവിധ കൺഗ്രാറ്റുലേഷൻസും ആദ്യം പറയുന്നു. അതെ. പിന്നെ ആള് വേറെ പാട്ട് നമുക്ക് പാടിത്തരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു പാട്ടും കൂടി, ഒരു 2 വരിയും കൂടി. മഞ്ഞുതിരും വഴിയരികെ നാളേറെയാ കാത്തു നിന്നു മിഴി നിറയെ നീങ്ങു പോകിലും അകലിക്കുമായിലും എന്നാശകൾ തെൻ മൺതോണിയുമായി തുഴന്നകലി പോയിട. ഞാന് ആദിലയുടെ ആരാധിക കേട്ടോ. എനിക്കിഷ്ടമായ ആദിലയുടെ വോയിസ് മാത്രല്ല മലയാളത്തിലും മിടുക്കിയാണ്. 9th ഇനി ഉണ്ടപ്പോ ഇനിയും കുറെ സംസ്ഥാന കലോത്സവം മുമ്പിലുണ്ട്. അപ്പൊ ഇനി ഇത് വിടരുത്. ഇനിയും കൂടുതൽ ഐറ്റംസ് പോവാ. ഇതേപോലെ തന്നെ എ ഗ്രേഡ് വേറെ ഏതോ ഐറ്റത്തിൽ പങ്കെടുത്തിരുന്നു തോന്നുന്നു. വേറെ ഐറ്റത്തിൽ ഉണ്ടായിരുന്നു. ഉപജില്ലയിൽ 4 എണ്ണത്തിലുണ്ടായിരുന്നു. 4 എണ്ണത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പൊ ആള് നല്ല കാലിബർ ഉള്ള കുട്ടിയാണ്. പിന്നെ നമ്മുടെ തൃശ്ശൂർകാരിയാണ്. അപ്പൊ ആൾക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരാണ്. പിന്നെ പല വേദികളിലായിട്ട് പല പ്രോഗ്രാംസും നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും കുറെ ഗസ്റ്റുകൾ നമുക്ക് വരാനുണ്ട്. അപ്പൊ നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം.